ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് മക്കൾക്ക് എങ്ങനെയാണ് പെട്ടെന്നൊരു ചിക്കൻ ഫ്രൈ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളൊരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഇത് ഞാൻ ചെയ്യുന്ന മെത്തേഡാണ്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് മക്കൾക്ക് പെട്ടെന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. പിന്നെ നമ്മളുടെ സൗണ്ട് ഇതുവരെ ക്ലിയർ ആയിട്ടില്ല. ഞാൻ നല്ലൊരു ഡോക്ടറെയൊക്കെ കൺസൾട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് താമസം പിടിക്കുന്നതാണ്. നമ്മളുടെ നോർമൽ സൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് താമസം പിടിക്കുമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു സ്പീച്ച് തെറാപ്പിയൊക്കെ സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയുണ്ടോ, അതിനുള്ള മെഡിസിനൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് ടൈമിന് ഞാൻ കുറച്ച് നാരങ്ങയുടെ ജ്യൂസ് എടുക്കുന്നുണ്ട്. നമുക്ക് വിനാഗിരി കയ്യിലുണ്ടെങ്കിൽ എടുക്കാം. എൻ്റെ കയ്യിൽ വിനാഗിരി ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു 3 നാരങ്ങയുടെ ജ്യൂസ് എടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നാരങ്ങയിൽ നല്ലവണ്ണം ജ്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് 2 യൂസ് ആക്കാം. ഇപ്പോൾ നമ്മുടെ വിൻ്റർ സീസൺ ആയതുകൊണ്ട് തന്നെ കടയിൽ നിന്ന് വരുന്ന നാരങ്ങയിലൊക്കെ ജ്യൂസ് കുറവായിരിക്കും. അപ്പോൾ ഞാനിവിടെ 3 നാരങ്ങയുടെ ജ്യൂസ് എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഒരു 2 ടീസ്പൂൺ നമ്മളുടെ കോൺഫ്ലവർ പൗഡർ എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് കുറച്ച് ചിക്കൻ മസാലയൊക്കെ ഞാൻ എൻ്റെ ഒരു കണക്കിനാണ് എടുത്തതാണ് കേട്ടോ. നിങ്ങൾക്ക് എത്രയാണോ ക്വാണ്ടിറ്റി വേണ്ടതെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് ചിക്കൻ മസാലയ്ക്ക് ആഡ് ചെയ്യാം. അതുപോലെ ഒരു ശകലം മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുളക് പൊടിയാണ്. ഞാൻ ഓൾറെഡി നമ്മളുടെ മസാലയിൽ കുരുമുളക് ഇട്ടിട്ടാണ് മസാല ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ ഞാൻ എരിവ് ഇവിടെ കുറക്കുന്നുണ്ട് കേട്ടോ, മുളക് പൊടിയുടെ. അത് കഴിഞ്ഞ് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് പെട്ടെന്നൊരു വിരുന്നുകാരൊക്കെ വരുമ്പോൾ എങ്ങനെ നമ്മൾ പറയും, കുറച്ച് ടൈം മസാല പിടിപ്പിച്ച് വെച്ചാലേ നമ്മളുടെ ചിക്കൻ ഫ്രൈക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ എന്നുള്ളത്. അതൊക്കെ വെറുതെ പറയുന്നതാണ് കേട്ടോ. ഞാൻ ഈ സംഭവം മസാല തിരുമ്പിയ ഉടനെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇത് ഞാൻ രാത്രി മക്കൾക്ക് ഫുഡ് കൊടുത്തപ്പോൾ അവർ ചിക്കൻ ഫ്രൈ വേണമെന്നാണ്. അപ്പോൾ വീട്ടിൽ നിന്ന് നമ്മൾ കുറച്ച് ചിക്കൻ ഇരിപ്പുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ. അപ്പോൾ തന്നെ മസാല പിടിപ്പിച്ച് അപ്പോൾ തന്നെ ഞാൻ ഫ്രൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൽ ഇനി ഞാൻ നന്നായിട്ട് മസാല ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഞാനിങ്ങനെ നമ്മളുടെ മസാല, അതായത് അരപ്പ് ഒരു ബൗളിൽ അരച്ച് വെക്കാറുണ്ട്. കാരണം സ്കൂളിലൊക്കെ പോകുമ്പോൾ രാവിലെ പെട്ടെന്ന് കറികൾ ഉണ്ടാക്കാനും നമുക്ക് എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് ഫ്രൈ ചെയ്യാനൊക്കെ, പിന്നെ നമ്മളുടെ ഉള്ളിയൊക്കെ തൊലിക്കുമ്പോൾ ടൈം പോകുമല്ലോ. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് അധികം മസാല ഇങ്ങനെ നമ്മളുടെ ബോക്സിനകത്ത് വെക്കാറുണ്ട് കേട്ടോ. ചിലവർ പറയും ഇതെങ്ങനെ ബോക്സിനകത്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കേട് വരും എന്നുള്ളത്. പക്ഷെ ഞാൻ ഒരുപാട് ദിവസങ്ങൾ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. അധികവും ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ്. ഇനി നമ്മൾ മസാല മിക്സ് ചെയ്തിട്ടുള്ള മസാലയിലോട്ട് നമ്മളുടെ ക്ലീൻ ചെയ്തിട്ടുള്ള ചിക്കൻ ഓരോന്നായിട്ട് ഡിപ്പ് ചെയ്തെടുക്കുകയാണ്. ഫസ്റ്റ് ടൈം ഓരോന്ന് വെച്ച് ഡിപ്പ് ചെയ്തെടുത്തു. പിന്നെ ഞാൻ മുഴുവനും അതിലോട്ട് കൊട്ടിക്കൊടുത്ത് ഫുള്ള് ഡിപ്പ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ഇങ്ങനെ ആകുമ്പോൾ എന്താ പറയുക, മക്കൾക്ക് ഇനി എപ്പോഴാണ് ആവശ്യം എന്നുണ്ടെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് മേടിക്കാതെ വീട്ടിൽ തന്നെ പെട്ടെന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ മുഴുവനും മസാല പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾക്കിതിൽ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും മസാലകളോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ ഫ്രൈ പാൻ അടുപ്പിലോട്ട് മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട്. എപ്പോഴും നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ നല്ല കുണ്ടുള്ള ഫ്രൈ പാനിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. അതാണ് ഏറ്റവും ബെറ്റർ. അപ്പോൾ എന്താ പറയുക, നമ്മളുടെ എണ്ണയിൽ ഒന്നും കൂടെ മുങ്ങി കിടക്കുമ്പോൾ നമ്മളുടെ ചിക്കൻ ഫ്രൈ നല്ല ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ ഞാനിത് മുഴുവനായിട്ടും ഫ്രൈ ചെയ്തെടുക്കുകയാണ്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അപ്പം നോർമലായിട്ട് നമ്മൾ ഇങ്ങനെ തന്നെയല്ലേ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുക എന്നുള്ളത്. പക്ഷേ ഇതിലും അധികം മസാലകളും അതുപോലെ വേറെ കുറേ പൊടികളൊക്കെ ആഡ് ചെയ്യുന്നവരുണ്ട് കേട്ടോ. അപ്പം നമ്മളുടെ ചിക്കൻ ഫ്രൈൻ്റെ ഒരു ഭാഗം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇപ്പോൾ 2 ഭാഗവും ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ കുറച്ച് സ്പീഡപ്പ് ആക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ നമ്മൾ
വാങ്ങിയെടുക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണുവരേക്കും ബായ്.